കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്കയാണ് മുല്ലപ്പെരിയാർ ഡാം. വർഷങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഇവിടെ ഈ ഘട്ടത്തിൽ അടിയന്തരമായി കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ അനിവാര്യമായി വരികയാണ്. എന്തുകൊണ്ടെന്നാൽ 2-3 കാര്യങ്ങളുണ്ട്. വയനാട് ദുരന്തത്തിനു ശേഷം ഇനിയൊരു ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെയാണെങ്കിൽ മുല്ലപ്പെരിയാർ ഒരാശങ്കയാണ്. ഇപ്പോൾ രാജ്യത്തും ലോകത്തും വന്നിട്ടുള്ള എല്ലാ ഒതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി റിപ്പോർട്ടുകളും ആശങ്ക പടർത്തുന്ന വിധത്തിലാണ്. ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെ റൂർക്ക് ഐഐടിയും ഡൽഹി ഐഐടിയും എല്ലാം സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഇവിടെ സുപ്രീം കോടതിയുടെ പരിധിയിൽ വന്ന റിവ്യൂ പെറ്റീഷൻസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഹർജിയുമായി ബന്ധപ്പെട്ട് കക്ഷി ചേർന്നിട്ടുള്ള MP കൂടിയാണ് ഞാൻ. 2 പ്രധാനപ്പെട്ട ഹർജികൾ സുപ്രീം കോടതിയുടെ പരിധിയിലുണ്ട്. ഒന്ന് ശ്രീ റസൽ ജോയിയുടെയും ഡോക്ടർ ജോ ജോസഫിൻ്റെയും ഹർജികൾ. അതിൽ ഡോക്ടർ ജോ ജോസഫിൻ്റെ ഹർജിയിൽ ഞാൻ കക്ഷി ചേർന്നിട്ടുള്ളതാണ്. നമുക്കിവിടെ ആശ്വാസകരമായി വന്നിട്ടുള്ള ചില കാര്യങ്ങൾ കോടതി പരാമർശങ്ങളിലൂടെ ഉണ്ട്. അതായത് 2021 ഡോക്ടർ ജോ ജോസഫിന് കിട്ടിയതായ ഒരു ജഡ്ജ്മെൻറ്റിൽ 3 കാര്യങ്ങൾ: റൂൾ കർവ് പാലിക്കണം, അതോടൊപ്പം തന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ, അത്യാധുനികമായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് അനുസരിച്ചുള്ള ഇൻസ്ട്രുമെൻറ്റേഷൻ അവിടെ സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഷട്ടർ മാനേജ്മെൻറ്റും അതുപോലെ അതിൻ്റെ മെയിൻ്റനൻസും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ അതിൻ്റെ ഇൻസ്പെക്ഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് സംബന്ധിച്ചുള്ള ഒരു ജഡ്ജ്മെൻറ്റ് 2021 കിട്ടിയുണ്ടായി. നമുക്ക് ആശ്വാസകരമായി ലഭിച്ച ഒരവസരം അതായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ തുടർന്ന് പോകുമ്പോൾ തന്നെ 2022 പ്രത്യേകമായി ഏപ്രിൽ മാസം 8-ാം തീയതി വന്നിട്ടുള്ള ജഡ്ജ്മെൻറ്റിൽ 2-3 കാര്യങ്ങൾ കൂടി സുപ്രീം കോടതി പ്രത്യേകമായി എടുത്തു പറയുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്ര സർക്കാർ പാസ്സാക്കിയിട്ടുള്ള ഡാം സേഫ്റ്റി ആക്ടിനനുസരിച്ചുള്ള നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി രൂപീകരിച്ച് അതിൻ്റെ പരിധിയിലേക്ക് ഇങ്ങനെ തർക്കത്തിലുള്ള ഡാമുകളുടെ റണ്ണിങ്ങും മെയിൻ്റനൻസും സേഫ്റ്റി മെഷേഴ്സും അത് ഏറ്റെടുപ്പിക്കണം എന്നുള്ളതായി. നാളിതുവരെയും അത് ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ സൂപ്പർവൈസറി കമ്മിറ്റി കോംപ്രിഹെൻസീവ് സേഫ്റ്റി ഇവാലുവേഷൻ നടത്തണം എന്നുള്ള ജഡ്ജ്മെൻറ്റ് 2022 വന്നതാണ്. ഇതുവരെയും അത് നടന്നിട്ടില്ല. ഇങ്ങനെ 2 കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് ഉണ്ടായിരുന്നിട്ടും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് അത്യധികം ആശ്ചര്യജനകവും ആശങ്കാജനകവുമാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ട ഒരു കാര്യമുണ്ട്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഡാം സേഫ്റ്റി ആക്ട് പാസ്സാക്കിയതിനു ശേഷം വളരെ വ്യക്തമായിട്ടുള്ള റോളുണ്ട്. 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം. അപ്പോൾ ഈ 2 സംസ്ഥാനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി എന്തുകൊണ്ട് ഫോം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടില്ല? അപ്പോൾ ആ തരത്തിലേക്ക് സ്റ്റേറ്റ് ഡാം സേഫ്റ്റി ഓർഗനൈസേഷൻ ഉൾപ്പെടെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കുന്ന തരത്തിൽ പുതിയ ഡാം തരത്തിൽ നിർമ്മിക്കുമ്പോൾ സേഫ്റ്റിയാണ് കേരളത്തിൻ്റെ കൺസേൺ, സുരക്ഷയാണ് കേരളത്തിന് വേണ്ടത്. തമിഴ്നാടിന് എത്രത്തോളം വെള്ളം വേണമെങ്കിലും നൽകാം എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം എന്നുള്ള മുദ്രാവാക്യം പാലിക്കുന്ന തരത്തിലേക്ക് NDSAയുടെ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ ആക്ടിവിറ്റീസ് കടത്തിവിടാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം എന്നുള്ള ഒരു അടിയന്തരമായിട്ടുള്ള ആവശ്യം ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുകയാണ്. അതോടൊപ്പം തന്നെ കോംപ്രിഹെൻസീവ് വളരെ സമഗ്രമായിട്ടുള്ള സേഫ്റ്റി ഇവാലുവേഷൻ അത് നടത്തണമെന്നുള്ള സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് 2 വർഷമായിട്ടും പാലിക്കപ്പെടാത്തതായിട്ടുള്ള ഒരു പ്രശ്നവും നിലനിൽക്കുന്നു. ജനങ്ങൾ ആശങ്കപ്പെടുന്നത് യാതൊരു തെറ്റും പറയാൻ പറ്റില്ല. കാരണം വയനാട് ദുരന്തം അത്രത്തോളം ഭയാനകമാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ ഇരകളാക്കി മാറ്റാൻ പോകുന്നു എന്ന് പ്രവചിക്കപ്പെട്ടിട്ടുള്ള ഒരു മഹാദുരന്തമാണ് ഒരു ജലബോംബായി, മുല്ലപ്പെരിയാർ ഒരു ജലബോംബായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ആശങ്ക ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമിഴ്നാട് സർക്കാരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. നമ്മൾ തമിഴ്നാടിനെതിരെ ഒരു യുദ്ധപ്രഖ്യാപനവും നടത്തുന്നില്ല. അവർക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കണം, അതിന് കേരളം തയ്യാറാണ്, നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ നടപടികളിലേക്ക് കടക്കാൻ കേരളവും കേന്ദ്ര ഗവൺമെൻറ്റും ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ഒരു ആവശ്യം MP എന്നുള്ള നിലയിൽ ഞാൻ ഉന്നയിക്കുകയാണ്. ഇന്ന് MP-മാർ അടിയന്തര പ്രമേയം പാർലമെന്റിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ അതിനുള്ള അനുമതി തേടിയിട്ടുണ്ട്. അനുമതി നൽകുമെന്നുള്ള പ്രതീക്ഷയിലാണുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണം എന്നൊരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും പുതിയ ഡാം എന്നുള്ളതാണ്. കാരണം 130 വർഷം പഴക്കമുണ്ട്. നമുക്ക് എങ്ങനെ അതിൻ്റെ ഒരു സുരക്ഷയെ സംബന്ധിച്ച് എല്ലാം കുഴപ്പമില്ല എന്ന് പറയാൻ കഴിയും? പുതിയ ഡാം, പുതിയ കരാർ എന്നുള്ളതായിരുന്നു കേരളം മുന്നോട്ട് വെച്ച മുദ്രാവാക്യം. അതോടൊപ്പം തന്നെ തമിഴ്നാടിന് വെള്ളം ആവശ്യത്തിന് നൽകണം.
എന്ന ആ ഒരു നിലപാടും കേരള സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. കേരളം അത് നിയമസഭയിൽ പാസ്സാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യണം, പുതിയ ഡാം നിർമ്മിക്കണം. അതിന് തമിഴ്നാടിനെ കൂടി പങ്കാളിയാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു വിധത്തിൽ തമിഴ്നാടിനെ കൂടി കൺസെൻസസിൽ എടുത്തുകൊണ്ട് തീരുമാനം കൈക്കൊള്ളാൻ കേന്ദ്ര സർക്കാർ മുൻകൈ എടുക്കണം. കേന്ദ്രം ചർച്ചയ്ക്ക് തയ്യാറാണ്. കേന്ദ്രം 2 മുഖ്യമന്ത്രിമാരെയും വിളിക്കണം. കേന്ദ്രത്തിന് എന്തുകൊണ്ട് 2 മുഖ്യമന്ത്രിമാരെയും വിളിച്ചുകൂടാ? കാരണം ഇത് ഡാം സേഫ്റ്റി ആക്ട് പാസ്സാക്കിയതിനു ശേഷം കേന്ദ്രത്തിന് നിർണായകമായ റോളുണ്ട്. നേരത്തെ കേന്ദ്രത്തിന് റോളില്ല, സുപ്രീം കോടതിയുടെ പരിധിയിലുള്ള ഒരു തർക്ക വിഷയമാണ് എന്ന് പറഞ്ഞ് ഒഴിയാമായിരുന്നു. നമുക്ക് പാർലമെന്റിൽ ലഭിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളിലെല്ലാം ഡാം സേഫ്റ്റി ആക്ട് പാസ്സാക്കുന്നതിന് മുന്നേ ഒക്കെ തന്നെ കേന്ദ്രത്തിന് അങ്ങനെ കൈയൊഴിഞ്ഞ് പോകാമായിരുന്നു. എന്നിരുന്നാലും അന്നും കേന്ദ്ര സർക്കാർ ഇടപെട്ടിരുന്നു. നമുക്കറിയാം, മുന്ന് ജലവിഭവ വകുപ്പ് മന്ത്രിമാരായിരുന്ന ആളുകൾ 2 സംസ്ഥാനങ്ങളെയും കൂട്ടിച്ചേർത്ത് ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റ് ഈ 2 സംസ്ഥാനങ്ങളെയും കൂട്ടിച്ചേർത്ത് ജലവിഭവ വകുപ്പ് മന്ത്രിമാരെ വിളിച്ചു ചേർത്ത് മീറ്റിംഗ് നടത്തുന്നില്ല എന്നുള്ളത് ഒരു ആശങ്കാജനകമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇടപെടുന്നില്ല. കാരണം ഇത് കൈയും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. അങ്ങനെ നോക്കി നിൽക്കേണ്ട ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എന്നുള്ളത് ഓർമ്മപ്പെടുത്തി. 2 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തമ്മിൽ വ്യക്തിപരമായ അടുപ്പം, പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിലെ 2 പാർട്ടികൾ, അപ്പോൾ DMK-ക്കുള്ള കൃത്യമായി അവർ തുടർച്ചയായിട്ട് അധികാരത്തിലിരിക്കുന്നു. അപ്പോൾ ആ വിധത്തിലുള്ള സൗഹൃദങ്ങൾ കൂടി ഒരു വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു അവസരമല്ല. തീർച്ചയായിട്ടും ആ അനുകൂലമായ അന്തരീക്ഷം എന്തുകൊണ്ട് കേരളം പ്രയോജനപ്പെടുത്തുന്നില്ല? ഇപ്പോൾ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പലതവണ സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുള്ള നമ്മുടെ ശ്രദ്ധയിലുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി സംസാരിക്കുമെന്ന്. പക്ഷെ ഇതുവരെയും സംസാരിച്ച് കണ്ടിട്ടില്ല. ഇപ്പൊ 2020-21 കാലഘട്ടത്തിൽ മുല്ലപ്പെരിയാർ വലിയ ഭയാശങ്കയോടുകൂടി വന്നപ്പോൾ പാർലമെന്റിൽ ഈ വിഷയം അവതരിപ്പിച്ച ഒരാളാണ് ഞാൻ. ആ കാലഘട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് തമിഴ്നാടുമായി ചർച്ച നടത്തും സമയബന്ധിതമായി. ഇതിപ്പോ മഴ പെയ്യുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ മാത്രം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല മുല്ലപ്പെരിയാറെന്നും, അത് സമയബന്ധിതമായി പരിഹരിക്കേണ്ട ഒരു വിഷയമാണെന്നും, ഓരോ സമയത്തും പീരിയോഡിക്കലായി അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ, തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നും അതിന് തുടക്കം കുറിക്കുമെന്നും കേരള മുഖ്യമന്ത്രി പറഞ്ഞിട്ടും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമാണ് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്.